പെണ്ണുങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോകുന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ, അതുപോലെ അടുക്കും തോറും അകലുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞ് 2 പാർട്ടായിട്ട് ചെയ്തു. അതിൻ്റെ 3ാമത്തെ പാർട്ടാണിത്. അപ്പോൾ കഴിഞ്ഞ 2 പാർട്ടിലും അതുപോലെ ബ്ലോക്ക് ചെയ്യുന്നതിലും ഒക്കെ ഞാൻ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അവൾ അകന്നു പോയത് ഒന്നുകിൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട്, ഓക്കെ, നമ്മൾ സൈക്കോളജിക്കലി തെറ്റായിട്ട് ബിഹേവ് ചെയ്തു, ഇപ്പം അടുത്ത ലെവലിലോട്ട് നമ്മൾ പോയില്ല, അടുത്ത ലെവലിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തതാണ്. അതുപോലെ കുറേ മിസ്റ്റേക്കുകൾ, നമ്മൾ എഫേർട്ട് കൂടുതലെടുത്തു, അതുപോലെ അപ്പം നമ്മളെന്തോ മിസ്റ്റേക്ക് ചെയ്തു, അപ്പം അതാണ് മിസ്റ്റേക്ക് നിങ്ങളുടെയെങ്കിൽ അത് നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ ചെയ്യണം. സൊല്യൂഷനും ഞാൻ പറഞ്ഞു തന്നു. രണ്ടാമത്തത്, അവൾ നമുക്ക് ഒരു വിലയും തരുന്നില്ല, നമ്മളോട് ഒരു ഫീലിങ്സും ഇല്ല, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റെസ്പെക്റ്റിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റ് വിട്ട് കളിക്കല്ലേ എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോകളിലൂടെ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ 3ാമത്തത്, അവരൊരു ഫെമിനിൻ പെണ്ണാണ്, അപ്പം നിങ്ങൾ മാൻലിയായിട്ട് പെരുമാറുന്നില്ല, നിങ്ങൾ ഡോമിനേറ്റ് അല്ല, അതുപോലെ എന്തെങ്കിലും കാരണം കൊണ്ട് അവൾ അവോയ്ഡ് ചെയ്ത് പോയി കാണും. ഓക്കെ, ഇത് മാത്രമല്ല വേറെയും കാരണങ്ങളുണ്ട്. അതായത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഒരു പെണ്ണിന് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങളെ ഒഴിവാക്കി പോകാനുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഞാൻ പറയുന്നത് മെജോറിറ്റിയാണ്, ഓക്കെ. അതായത് സൈക്കോളജിക്കലി നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്. മൈനോറിറ്റി വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു 20% കാരണങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ആ പെണ്ണ് ജനിച്ച് വളർന്ന സാഹചര്യം വെച്ച് അവളൊരു അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള പെണ്ണായിരിക്കും, ഓക്കെ. അങ്ങനത്തെ പെണ്ണുങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ പോലും നമ്മളെ ഒരു പീക്കിലെത്തിയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് അകന്നകന്ന് പോകും, ഓക്കെ. അപ്പം അവിടെ ചെയ്യേണ്ടത് വേറെ കുറേ കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാം. പിന്നെ വേറെ ഇത്, അവൾ ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് പെണ്ണായിരിക്കും, ഒരളവിൽ കൂടുതൽ ഇഷ്ടം കാണിക്കാൻ പറ്റത്തില്ല. അതും അല്ലെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ള പെണ്ണായിരിക്കും, അവൾ പോലും അറിയാതെ, അവൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൾ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടും. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മളോട് തൊട്ടടുത്തെത്തുമ്പോഴായിരിക്കും അവൾ അറിയുന്നത് വീട്ടുകാർ സമ്മതിക്കത്തില്ല, ജാതി നോക്കും, മതം നോക്കും, വീട്ടുകാരെ പിണക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെയോ റീസൺ കൊണ്ട്, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാണും, അതുപോലെ എന്തൊക്കെയോ കാരണം കൊണ്ട്, അല്ലെങ്കിൽ വേറെ ഒരുപാട് അവൾക്ക് വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കാണും, അവൾ മാരേജിന് ഇവനെ ഞാനെന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അങ്ങനെ ആറ്റിറ്റ്യൂഡായിരിക്കും. അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട്, ഓക്കെ. ഞാൻ പറയുന്നത് മെജോറിറ്റിയിൽ ഉള്ള ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണമാണ് ഇവിടെ പറയുന്നത്, ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല കാരണം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഓക്കെ. നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് വേറെ ആയിരിക്കും, ഓക്കെ. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ പ്രശ്നം ഇതാണെങ്കിൽ അത് സോൾവ് ചെയ്യുക, ഓക്കെ. അതിനു മുമ്പ് വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ സൈക്കോളജികളും മെയിനായിട്ട് അതിലൊരു 90% ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്, ഓക്കെ. അത് ഇൻ്റർനെറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിൽ നിന്ന് നല്ലത് മാത്രം ഞാൻ എൻ്റെ തലയിലാക്കിയിട്ട് നിങ്ങൾക്കും പറഞ്ഞു തരുവാണ്. അതായത് സത്യസന്ധമായിട്ട്, ജെന്യുവനായിട്ട്, റിയാലിറ്റി ആയിട്ടുള്ള സത്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഓക്കെ. അപ്പം ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതോ എൻ്റെ സൈക്കോളജി അല്ല, നിങ്ങൾക്കൊരു പുത്തൻ അറിവ് പറഞ്ഞു തരുന്ന മാത്രമാണ് എൻ്റെ ഉദ്ദേശം, ഓക്കെ. അപ്പം ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് ഫോർമുലകളും ഒരു രീതികളൊക്കെ ഉണ്ട്. അതായത് മെജോറിറ്റി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ചാനലിൽ പറയും. ഒരു റീച്ച് എത്തി കഴിഞ്ഞതിന് ശേഷം അതെല്ലാം പറയും. അപ്പം നിങ്ങളിപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പഠിപ്പിച്ചിട്ടേ നിങ്ങൾ അതിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സൈക്കോളജിയെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട സത്യസന്ധമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളുമാണ്, ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിക് ഇന്നത്തെ, ഓക്കെ. അപ്പോൾ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിന് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ പിന്നാലെ പോകും. അതായത് അവൾ അവോയ്ഡ് ചെയ്താലും നമ്മൾ പിന്നാലെ പോകുന്നുള്ളൊരു ഫീൽ അവൾക്ക് എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, മനസ്സിലായാൽ അവൾ മനഃപൂർവ്വം നമ്മളെ പിന്നാലെ നടത്തും, ഓക്കെ. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ മൊത്തം സംസാരിക്കാൻ പോകുന്നത്. റിയലായിട്ട് നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും, ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സൈക്കോളജി ഉണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞാണ്, അതായത് നമ്മുടെ ചാനലിൽ ഒരു 250 സബ്സ്ക്രൈബ് ഉള്ളപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് മുതലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അന്ന് മുതലേ എൻ്റെ കൂടെയുള്ള ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 250 സബ്സ്ക്രൈബർ ഉള്ളപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ തുടർച്ച പോലെ നമുക്ക് വേണമെങ്കിൽ കാണാം. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേറൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്, ഓക്കെ. അപ്പം ഞാൻ ഈ സൈക്കോളജി സത്യമാണെന്ന് തെളിയിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ പറഞ്ഞുതരാം, ഓക്കെ. അപ്പം ആ സ്റ്റോറിയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് തന്നെ ഞാൻ ഒരു പരീക്ഷണം പോലെ എൻ്റെ അന്ന് എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളെ വെച്ച് ഞാനൊരു പരീക്ഷണം പോലെ നടത്തി, ഓക്കെ. അതേ സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു പരീക്ഷണം നടത്തി. അങ്ങനെ ഞാൻ പഠിച്ച സൈക്കോളജി സത്യമാണെന്ന് ഞാൻ തന്നെ തെളിയിച്ചു, ഓക്കെ. എനിക്ക് തന്നെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സത്യമാണ് ആ സൈക്കോളജി. ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് പഠിക്കുന്ന സൈക്കോളജി അതുപോലെ എടുത്ത് വിശ്വസിക്കത്തില്ല, കണ്ണടച്ച്. അതിൽ ഒരു 30% ആയിരിക്കും സത്യം. അത് ഞാൻ എല്ലാ സൈക്കോളജിയും പരീക്ഷിച്ച് നോക്കും. സത്യമായിട്ട് തെളിയുന്നത് വീണ്ടും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സത്യമാണെന്ന് തെളിയുന്നത് എടുത്ത് എൻ്റെ തലയിൽ വയ്ക്കും, ഓക്കെ. അപ്പം ഞാൻ ആ കഥ പറയാം. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും, അത് 2 വർഷം മുമ്പ് നടന്നതാണ്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവൻ്റെ ലവറോടെ ഞങ്ങൾ എന്ത് ചെയ്ത്
ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു കടയിൽ കയറി കാപ്പി കുടിക്കാൻ വേണ്ടി. കാപ്പിയല്ല, എന്തോ ബേക്കറി പോലെ ഒരു കടയിൽ കയറി. അവൻ എന്ത് ചെയ്തു, അവന് 2 ഫോണുണ്ട്. ഒന്നാമത്തെ ഫോണ് അവൻ്റെ സ്വന്തം ഫോണ്, ടച്ച് ഫോണ്. രണ്ടാമത്തെ ഫോണ് അവൻ ടെക്നോ പാർക്കിൽ ജോലിയാണ്. അപ്പം ബിസിനസ്സിന് വേണ്ടി ഒരു ചെറിയ ഫോൺ അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ചെറിയ ഫോണിൽ ഒരു കോൾ വന്ന്, ഓഫീസിലെ കോളാണ്. അവൻ അതും കൊണ്ട് പുറത്തോട്ട് പോയി. ഓക്കെ, പുറത്തോട്ട് പോയപ്പോൾ മറ്റേ ഫോണ് അവളുടെ കയ്യിലിരിക്കുകയാണ്, യഥാർത്ഥ ഫോൺ. ഓക്കെ, ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പം അവൻ വേറൊരു പെണ്ണുമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറൊരു പെണ്ണുമായിട്ട് ജസ്റ്റ് എന്തോ ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ, വലുതായിട്ടൊന്നുമില്ല. കുറേ നാളായിട്ട്, അതായത് 1-2 മാസമായിട്ട് അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് മിണ്ടുന്നതേ ഉള്ളൂ, അല്ലാതെ റിലേഷനൊന്നും ഇല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ചാറ്റിൽ ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ നല്ല ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ, ഇച്ചിരി സെക്ഷലായിട്ട് അതുപോലെ ഉണ്ട്. ഇവളെന്ത് ചെയ്തു, എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ്. എനിക്ക് കാര്യം മനസ്സിലായി, പണിയായി എന്ന് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാണ് എങ്ങനെ ഇവിടെ ബിഹേവ് ചെയ്താൽ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. എനിക്ക് ഐഡിയ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ സൈക്കോളജി ഒന്നും. എനിക്കറിയാം, ഇൻ്റർനെറ്റിൽ നിന്ന് ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, പക്ഷേ സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുവാണ്, അപ്പോൾ ഈ പെണ്ണിന് ഒരുപാട് വിഷമമായി. കാരണം ഈ പെണ്ണിന് അവനെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അവനെ ഹൈ വാല്യൂ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അവൻ എങ്ങനെയാണ് ഹൈ വാല്യൂ ആയതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. അവർ തമ്മിൽ റിലേഷൻഷിപ്പാണ്. അതായത് അവൾക്ക് അവനെ അത്ര ഇഷ്ടമാണ്, അവർ തമ്മിൽ നല്ല സ്നേഹത്തിലിരുന്ന ടൈമാണ്. അപ്പം നിങ്ങളോട് മുമ്പ് ഞാനൊരു സൈക്കോളജി പറഞ്ഞു തന്നായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം കൈവിട്ട് പോകാൻ തോന്നുമ്പോൾ നമുക്ക് താല്പര്യം കൂടും, പിന്നെയും കൂടും. ഓക്കെ, അതിന് ഒരുപാട് വിലപ്പെട്ടതായിട്ട് കാണും. അപ്പം ഉറപ്പായിട്ടും അതിന് ഹൈ വാല്യൂ ആയിട്ട് കാണും. അപ്പം ഈ പെണ്ണ് ഉള്ളിൽ ചിന്തിക്കുന്നത്, എൻ്റെ പയ്യൻ അകന്നു പോകാൻ തുടങ്ങുവാണ്. അപ്പം എന്തെങ്കിലും ചെയ്ത് ഞാൻ എന്തെങ്കിലും എഫേർട്ട് എടുത്ത് ആ പെണ്ണിനേക്കാളും ഇവൻ്റെ ഇഷ്ടം ഞാൻ വാങ്ങണം, എന്നാലേ പറ്റൂ എന്നൊക്കെ ഉള്ള രീതിയിലാണ് കരയുന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, അവൾ കരയുന്നത് എൻ്റെ പയ്യൻ എന്നെ വിട്ടു പോകുന്നുള്ള പേടിയിലാണ് ഇരുന്ന് കരയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അവൻ വന്നാൽ ചെറിയ വഴക്കുണ്ടാക്കുമായിരിക്കും. എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്, എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ പിന്നാലെ പോകാനാണ് റെഡി ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അതായത് അവൻ വന്ന ഉടനെ അവനോട് ഒത്തിരി വഴക്കൊക്കെ ഇട്ടിട്ട് അവൻ്റെ കാലിൽ വീണ് കരഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട്, എടാ എന്നെ വിട്ട് പോവല്ലേ, എടാ നീ ഇല്ല, എനിക്ക് പറ്റത്തില്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയാനാണ് ആ പെണ്ണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അന്ന് ഇത്രയൊന്നും അറിഞ്ഞൂടാ, എന്നാലും ഒരുവിധം അറിയാം, എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ എന്ത് ചെയ്തു, നേരെ അവനോടൊന്ന് പറഞ്ഞു, എടാ മച്ചാ ആകെ പ്രശ്നമായി, നീ പെട്ടെന്ന് പോയി, ഇല്ലെങ്കിൽ അവൾ അവിടെ ഇരിക്കുന്ന കണ്ണാടിയെല്ലാം കൂടെ എറിഞ്ഞ് പൊട്ടിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കി, അറിയത്തില്ല, പോലീസൊക്കെ വരും, എന്താ എനിക്കറിയത്തില്ല. അവൾ ഭയങ്കര കരച്ചിലാണ് ഇരുന്ന്, അവിടെ നിന്ന് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അവൻ എന്ത് ചെയ്തു, അവനാകെ പേടിച്ചു പോയി. അവൻ പേടിച്ച് വന്നിട്ട് ഇവളോട് കാല് പിടിച്ച് കെഞ്ചാൻ തുടങ്ങി. മനസ്സിലായി? അതായത് അവൻ വന്നിട്ട് ഇവളുടെ കാല് പിടിച്ച് കെഞ്ചാൻ തുടങ്ങി. അപ്പോൾ ഇവളുടെ ഫീല് ലോ വാല്യൂ ആയിട്ട് ഫീലായി. ഓക്കെ, അതായത് ഒരു ലിമിറ്റിന് കെഞ്ചിയാൽ കുഴപ്പമില്ല. എടി സോറി ക്ഷമിക്ക്, ഞാൻ ചുമ്മാ ഒന്ന് മെസ്സേജ് ഇട്ടാണ്, നീ അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ, എനിക്ക് നിന്നെ ഇഷ്ടം, ഞങ്ങൾ തമ്മിൽ ഇത്ര നാളായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങൾ വേറെ ഒന്നും വീഡിയോ കോളോ ഒന്നും ചെയ്തിട്ടില്ല, വല്ലപ്പോഴും ഇതുപോലെ സംസാരിക്കും, അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ, നീ വേറെ ഒന്നും വിചാരിക്കില്ല എന്ന് പറയുന്നതിന് പകരം ഇവൻ എന്ത് ചെയ്ത്, ഓവറായിട്ട് ഒരാണിൻ്റെ, അതായത് അവൻ ഒരാണെന്ന് തന്നെ മറന്നു പോയിട്ട് കാല് പിടിച്ച് പെണ്ണുങ്ങളെ പോലെ കെഞ്ചി കരഞ്ഞ് കൂത്താടി കുളമാക്കി വെച്ച്. അപ്പം ഞാൻ തന്നെ ആലോചിക്കുവാണ്, എടാ മയിരെ, അവൾ നിൻ്റെ കാലിൽ പിടിച്ച് കെഞ്ചി കരയാൻ വന്നതായിരുന്നു, അപ്പം നീ കരഞ്ഞ് കുളമാക്കിയല്ലോടാ. അപ്പോൾ ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് മനസ്സിലായി മൊത്തത്തിൽ കുളമായി, ഇവളിന് പോകുന്നു മനസ്സിലായി. ഓക്കെ, അതായത് പഠിച്ച സൈക്കോളജിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവൾ ബ്രേക്കപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, കറക്റ്റ് അതുപോലെ നടന്നു. എന്തുകൊണ്ട് നടന്നെന്ന് വെച്ചാൽ, ഇവൾ എങ്ങനെയെങ്കിലും പാടുപെട്ട് അവനെ, അതായത് ആ പെണ്ണിനെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇഷ്ടപ്പെടുത്തണം, അതായത് ഇവനെ പഴയതുപോലെ ആക്കണം, ഇവനോട് എങ്ങനെയെങ്കിലും കരഞ്ഞ് കാല് പിടിച്ച് പഴയതുപോലെ ആക്കണമെന്നാണ് ചിന്തിക്കുന്നത്. കാരണം അവനാണ് ഹൈ വാല്യൂ. ഓക്കെ, കാരണം അവനാണ് വിട്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അവനെ എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവരണം എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പം നേരെ മറിച്ച് അവൻ വന്ന് ഇവളുടെ അടുത്ത് കെഞ്ചി കാല് പിടിച്ച്, അപ്പോൾ ഇവളുടെ ഫീല്, അപ്പം ഞാനാണ് കൺട്രോൾ, എൻ്റെ കയ്യിലാണ് തീരുമാനം ഇരിക്കുന്നത്, അപ്പം ഇവൻ എന്നെക്കാളും ലോ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ലോ വാല്യൂവിനെ കെട്ടാൻ ഏതെങ്കിലും പെണ്ണിന് ഇഷ്ടമാണോ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും നമ്മളെക്കാളും ബെറ്റർ, ഒന്നുകിൽ നമ്മുടെ അത്രയും ബെറ്റർ, ഇല്ലെങ്കിൽ നമ്മളെക്കാളും ഹൈ ആയിട്ടുള്ളതിനെ നോക്കത്തുള്ളൂ. നമ്മളെക്കാളും ഇച്ചിരി ലോ ആണെങ്കിൽ നോക്കും, നമ്മളെക്കാളും ഒരുപാട് ലോ ആണെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, അതാണ് സൈക്കോളജി. ആണുങ്ങൾ ഇങ്ങനെ തന്നെ, പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെ. ഹൈപ്പർ ഗെയിമിനെക്കുറിച്ചൊന്നും അധികം ഒരു യൂട്യൂബ് ചാനലും പറയത്തില്ല. കാരണം എല്ലാ യൂട്യൂബ് ചാനലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 കൂട്ടർക്കും, അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി. അപ്പം ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത പോലെ അവതരിപ്പിച്ചാലേ പെണ്ണുങ്ങളായിട്ടുള്ള വ്യൂവേഴ്സൊക്കെ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നൊരു ഐഡിയയിലാണ്. ആരും ഹൈപ്പർ ഗെയിമിനെക്കുറിച്ച് സംസാരിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ കുറച്ച് യൂട്യൂബ് ചാനൽ മാത്രമേ മലയാളത്തിൽ ഹൈപ്പർ ഗെയിം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ആ പെണ്ണിന് ഇവൻ എന്നെക്കാളും ലോ വാല്യൂ ആണ്, അപ്പം ഇവൻ എൻ്റെ പിന്നാലെയാണ് വരുന്നത്. ഞാനിപ്പം ഈ സ്റ്റേജിൽ വഴക്കുണ്ടാക്കിയാലും ഇവൻ എൻ്റെ പിന്നാലെ വരും എന്നുള്ള ഫീലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവളെന്ത് ചെയ്ത്, നീ എന്നോടൊന്നും പറയണ്ട, എനിക്ക് നിന്നോടൊന്നും കേൾക്കണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇവളെന്ത് ചെയ്ത് ഇറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവൻ വന്ന ഉടനെ കാലിൽ വീണ് കെഞ്ചി
കരയാനിരുന്ന പെണ്ണാണ് ഇപ്പോൾ പോയത്. ഓക്കെ, ഇപ്പോൾ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഏത് സ്റ്റേജിലാണോ അവൾക്ക് മനസ്സിലായത് ഇവൻ എന്നെക്കാളും ലോ വാല്യാണ്, ഞാൻ ഇവനെ പട്ടിയെ പോലെ പിന്നാലെ നടത്തിയാലും എൻ്റെ പിന്നാലെ വരുമെന്നുള്ള ഫീൽ കിട്ടി. ഓക്കെ, ഇത് കിട്ടിയാൽ അവൾ എന്ത് ചെയ്യും? പിന്നാലെ നടത്തും. അത് അവളുടെ കുറ്റമല്ല. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ലോ വാല്യൂ ആണ് ഇവൻ. അപ്പോൾ ഈ ലോ വാല്യൂവിനെ ഇഷ്ടപ്പെടാൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമല്ല. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ എക്സാമ്പിളാണ്. നിങ്ങളും നിങ്ങളുടെ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ്, ഓക്കെ, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടു. ഓക്കെ, വഴക്കിട്ടപ്പോൾ ചെറിയ വഴക്കാണ്, എന്തോ കാര്യത്തിന്. ഇപ്പം നിങ്ങളിപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ് അവളോട്. അപ്പോൾ നിങ്ങൾ പറയാണ്, എടി എന്തെങ്കിലും പറ. അപ്പോൾ അവൾ പറയണ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയാം. അപ്പം നിങ്ങൾ പറയുവാണ്, അപ്പം നീ ഒന്നും പറയുന്നില്ല, അപ്പോൾ എനിക്കൊന്നും പറയുന്നില്ല എന്ന് പറയുമോ? ചെറിയൊരു ഈഗോ. ഓക്കെ, അപ്പോൾ അവൾ പറയുവാണ് എന്നാൽ വെച്ചിട്ട് പോകുമെന്ന് പറയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങൾ കട്ടാക്കിയെന്ന് വിചാരിച്ചോ. അപ്പം കട്ടാക്കിയപ്പോൾ അവൾ ചിന്തിക്കുന്നത്, ഇവനെന്താ കട്ടാക്കിയേ, തിരിച്ച് വിളിക്കുമോ നോക്കാമെന്ന് ചിന്തിച്ചിരിക്കും. ഓക്കെ, അപ്പം തിരിച്ച് വിളിക്കുന്നില്ല. അവളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് തിരിച്ച് വിളിക്കുന്നില്ല. അപ്പം അവൾ ചിന്തിക്കും, ഇതുവരെ വിളിച്ചില്ല, 10 മിനിറ്റായി ഇതുവരെ വിളിച്ചില്ല, നോക്കട്ടെ, ഒരു 10 മിനിറ്റ് കൂടെ നോക്കാം, അത് കഴിഞ്ഞിട്ടും വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നവൾ ചിന്തിക്കും. ഓക്കെ, അങ്ങനെ വിചാരിച്ചാരും ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവനെന്താ വിളിക്കാത്ത 5 മിനിറ്റായി വിളിച്ചില്ല, 6 മിനിറ്റായി വിളിച്ചില്ല, 10 മിനിറ്റായി വിളിച്ചില്ല. ഓക്കെ, അപ്പം അവൾ ചിന്തിക്കുന്നത് 10 മിനിറ്റ് നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നുള്ള ഐഡിയയിലാണ് അവൾ ഇരിക്കുന്നത്. നോക്കിയപ്പോൾ 5 മിനിറ്റായപ്പോൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് വിളിച്ച്. ഓക്കെ, അപ്പോൾ അവൾ സമ്മതിച്ച് തരുമോ? അവൾ പറയുമോ, ഇല്ല ഞാൻ ഇത്ര നേരം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് എന്ന് പറയത്തില്ല. അവൾ പറയും, എന്തിനാ വിളിച്ചേ, ജാട കാണിച്ച് പോയല്ലേ, ഇയാൾ വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് പോയ പുള്ളിയല്ലേ, എന്തിനാ തിരിച്ചു വന്നേ, എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ പറ കേൾക്കാം, പറ, എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനില്ല, ശരി പൊക്കോ എന്ന് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇങ്ങോട്ട് കാണിക്കും. ഓക്കെ, കാരണം നിങ്ങൾ എന്ത് ചെയ്ത്, നീ അവോയ്ഡ് ചെയ്താലും ഞാൻ വരും എന്നുള്ള ഫീലിങ്സ് നിങ്ങൾ കാണിച്ചു. ഓക്കെ, നിങ്ങളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലോ, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ അവൾ തന്നെ വിചാരിക്കും, അവൻ വിളിക്കത്തില്ല, ഇനി വിളിക്കാനേ പോകുന്നില്ല, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കണമല്ലോ എന്ന് പറഞ്ഞ് അവളെന്ത് ചെയ്യും, ഈഗോയൊക്കെ മറന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ നമ്മളെ വിളിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും സംസാരിക്കും. ഓക്കെ, അപ്പോഴെന്ത് ചെയ്യും, അപ്പോൾ അവളെല്ലാം ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചേ, മനസ്സിലായി? അവളാണ് തിരിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആരാ ഹൈ വാല്യൂ? നമ്മളാണ് ഹൈ വാല്യൂ. അപ്പോൾ നമ്മളെ അവളെ ഇഷ്ടപ്പെടുമോ? ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതായത് നിങ്ങളെ ഉടനെ കയറി പ്രേമിക്കുമെന്നല്ല, നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ നിങ്ങളെ ഉടനെ കയറി പ്രേമിക്കുമെന്നല്ല, നല്ലൊരു അട്രാക്ഷൻ വരും. അതായത് ഒരു കുറച്ചുകൂടെ ലെവലപ്പ് ആയിട്ടായിരിക്കും അവൾ തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ അട്രാക്ഷനും കൊണ്ടായിരിക്കും അവൾ വരുന്നത്. ഓക്കെ, മനസ്സിലായി? റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ അതായത് നിങ്ങളെ നല്ല വാല്യുബിളായിട്ട് കണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇവൻ അങ്ങനൊന്നും പിന്നാലെ വരത്തില്ല എന്ന ആറ്റിറ്റ്യൂഡായിരിക്കും. മനസ്സിലായി? അപ്പോൾ ഞാനിനി എന്ത് പരീക്ഷണവും നടത്തിയെന്ന് പറയാം. അപ്പോൾ അന്ന് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ടിനോട് ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ അവൾ നല്ല അറ്റാച്ചിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് അവൾക്കറിയാം എന്നെ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നത് എന്നെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അതായത് എൻ്റെ റിലേഷനിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവൾ എന്നെയാണ് ഹൈ വാല്യൂ ആയിട്ട് കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇതേ സംഭവം തന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എൻ്റെ കൂട്ടുകാരന് നടന്ന ഇതേ കാര്യം തന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു പെണ്ണിന് നല്ലതുപോലെ മെസ്സേജ് അയച്ചതുപോലെ ഒരു ഫേക്കായിട്ടുള്ളൊരു ഇതുണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിലെ ലോക്ക് അഴിച്ചാൽ ഉടനെ ആ പെണ്ണിനോട് ചാറ്റ് ചെയ്ത രീതിയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഹോട്ടലിൽ വന്നിരുന്നിട്ട് ടേബിളിൽ ഞാൻ മൊബൈൽ വെച്ചിട്ട് കൈ കഴുകാൻ പോയി. ഓക്കെ, കൈ കഴുകാൻ പോയിട്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത്. എനിക്കറിയാം ഉറപ്പായിട്ടും ഇവളെൻ്റെ മൊബൈൽ എടുത്ത് നോക്കും. ഇവൾക്ക് എൻ്റെ പാസ്വേഡൊക്കെ അറിയാം. ഇവളെൻ്റെ മൊബൈൽ ഉറപ്പായിട്ട് നോക്കും. അപ്പം അഥവാ നോക്കിയില്ലെങ്കിലോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ കൈ കഴുകാൻ പോകുമ്പോൾ ഇവളെന്നെ നോക്കിയില്ലെങ്കിലോ മൊബൈൽ. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞ്, എൻ്റെ മുഖത്ത് ചെറിയൊരു കള്ളത്തിൻ്റെ എക്സ്പ്രഷൻ വെച്ച്, ഒരു കള്ള ലക്ഷണം വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മൊബൈൽ ഇവിടെ വയ്ക്കുമോ, നീ എടുത്തൊന്നും നോക്കല്ലേ എന്നൊരു ചെറിയൊരു കള്ള ലക്ഷണത്തോടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ അവൾക്ക് മുഖം കൊടുക്കാതെ പോയി. അവളുടെ കണ്ണിൽ നോക്കാതെ ചെറിയ പേടിയുള്ള പോലെ ഞാനങ്ങ് പോയി. ഓക്കെ, അപ്പോൾ അവൾ ഉറപ്പായിട്ടും മൊബൈൽ നോക്കുമെന്ന് എനിക്കറിയാം. മൊബൈൽ നോക്കി. ഓക്കെ, മൊബൈൽ നോക്കിയപ്പോൾ ഒരു പെണ്ണിന് ഞാനിങ്ങനെ റീസെൻ്റായിട്ട് ഒരാഴ്ചയായിട്ട് ഞാനൊരു ഫേക്കായിട്ടുള്ള ചാറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ആ പെണ്ണിന് ഞാൻ ഒരുപാട് കോംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ഞാൻ അവളോട് ഒരു കോംപ്ലയിൻറ്റ് കൊടുക്കുന്നതാണ് ഇട്ടേക്കുന്നത്, നീ എന്താ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് സ്റ്റോറിയൊക്കെ ഇട് എന്നുള്ള രീതിയിൽ ഒരു കോംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് സെക്ഷലായിട്ടുള്ളതൊന്നുമില്ല. അതിൽ അവൾ എന്നെ കുറച്ച് കോംപ്ലയിൻ്റ് ആയിരുന്നു. ആടാ നീ സ്മാർട്ടാണ്, നിൻ്റെ ഹെയർ സ്റ്റൈൽ അടിപൊളിയാണ്, നിൻ്റെ ഇടിവള കൊള്ളാം, അങ്ങനെയൊക്കെ കുറച്ച് എഴുതിയേക്കുന്നു. അതുപോലെ അവൾക്ക് ഞാനും ഇതുപോലെ സാധാരണ കോംപ്ലയിൻറ്റ് കൊടുക്കുന്നു. പക്ഷേ ലാസ്റ്റായിട്ട് ഞാൻ കൊടുത്ത കോംപ്ലിമെൻറ്റ്, നീ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ സൂപ്പറാണ്, അതുപോലെ ഒരു സെൽഫി ഇട് എന്നുള്ള രീതിയിലാണ്, നീ സ്റ്റോറി അങ്ങനെ ഇട് എന്നുള്ള രീതിയിലാണ്. ഇതവൾ കണ്ടു. ഓക്കെ,
ഇതവൾ കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖം വല്ലാതിരുന്നതാണ്. ഞാനപ്പോൾ ചോദിച്ചു, അതായത് അവൾ നല്ല മാറ്റം ഉണ്ടാവും ഓക്കെ, ദേഷ്യം പോലെ എന്തോ ഒരു അതായത് ദേഷ്യവും എല്ലാം കൂടെ കലർന്നൊരു മുഖഭാവമായിരുന്നു. ഞാനപ്പോൾ ടേബിളിൽ ഇരുന്നിട്ട് ചോദിച്ചു, കഴിക്കടി, എന്താ കഴിക്കാത്ത, എന്താ കാര്യം എന്ന് ചോദിച്ചു. അവളെൻ്റെ മൊബൈൽ എടുത്തിട്ട് അതുപോലെ അവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടി എന്ത് പറ്റി, എന്താ കാര്യം, സിമ്പിളായിട്ട് അതായത് കൂളായിട്ട് ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ കാര്യം, എന്തെങ്കിലും ഉണ്ടോ പറ എന്ന് പറഞ്ഞു. ഓക്കെ, അവൾ മൊബൈൽ ഉടനെ തുറന്നിട്ട് കാണിച്ച് ഇതെന്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊരു പെണ്ണുമായിട്ട് ചുമ്മാ സംസാരിച്ചതല്ലേ, ഇതാണ് ഇത്ര വലിയ കാര്യം, അങ്ങനെ കണ്ണി കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ മിണ്ടാനാണ് നിൽക്കുന്നത്, എന്നാൽ പിന്നെ ഞാൻ എന്തിനാ എന്നൊക്കെ സംസാരിച്ച് എന്നോട് ദേഷ്യത്തിൽ തന്നെ. ഞാൻ പറഞ്ഞു, എടി എന്തുകൂടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എടി അപ്പോഴത്തെ ഒരു മൂഡിൽ ചുമ്മാ അങ്ങനെയൊക്കെ ആയിപ്പോയി, നീ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ. അവൾ അപ്പം തന്നെ മുന്നോട്ട് വന്നിട്ട് എൻ്റെ ചെവിക്കലിന് ഒറ്റയടി, മുഖത്ത് ടപ്പെന്നൊരടി. ഓക്കെ, ഞാൻ പറഞ്ഞു, അയ്യോ എന്തിനടി എന്നെ അടിക്കുന്നത്, ചേട്ടന് വേദനിക്കത്തില്ല എന്നൊക്കെ രീതിയിൽ ഞാനും ഇച്ചിരി, അതായത് എനിക്ക് അവൾ നഷ്ടമാവുമോ എന്നുള്ളൊരു പേടിയില്ല. ഓക്കെ, അതായത് എനിക്കറിയാം ഉറപ്പായിട്ടും അവൾ എന്നെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് തിരുത്തണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. നമ്മളെ ഹൈ വാല്യൂ ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ നെഗറ്റീവ് എല്ലാം മറന്നിട്ട് നമ്മളെ തിരുത്താനേ അവർ നോക്കത്തുള്ളൂ പെണ്ണുങ്ങൾ. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാണ്. ഓക്കെ, അവന് ആ പെണ്ണിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം അവൻ കഞ്ചാവ് അടിക്കുമെന്ന് പറഞ്ഞാലും ഈ പെണ്ണ് ഉപേക്ഷിക്കത്തില്ല. അവൾ പറയും, ഞാൻ അവനെ തിരുത്തിയെടുക്കും, ഞാൻ അവനെ സ്നേഹം കൊണ്ട് തിരുത്തും. ഓക്കെ, അവൻ അവിഹിതം വെച്ചാലും, അതായത് വേറെ പെണ്ണിൻ്റെ കൂടെ അവിഹിതം വെച്ചാലും ഈ പെണ്ണ് പറയും, ഇല്ല എനിക്ക് അവനെ തന്നെ വേണം, ഞാൻ എങ്ങനെയായാലും സ്നേഹിച്ച് തിരുത്താമെന്ന് പറയും. ഓക്കെ, അപ്പോൾ അതേ ആറ്റിറ്റ്യൂഡിലാണ് അവൾ ആ ടേബിളിൽ ഇരിക്കുന്നത്. ഓക്കെ, ടേബിളിലല്ല, കസേരയിൽ. അപ്പോൾ എണീറ്റ് വന്ന് ഒറ്റ അടി ചവിക്കലിന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് മൈൻഡ് ചെയ്തില്ല. എന്തിനടി എന്നെ അടിക്കുന്നത്, അയ്യോ ചേട്ടൻ എന്ത് വേദനയെന്നറിയാം മോശം എന്ന് പറഞ്ഞ് ഒരടിയും കൂടെ തന്നു. ഞാൻ പറഞ്ഞു, എടി ഇനി അടിക്കല്ലടി, ഞാൻ ചത്തുപോടി, നീ എന്തോ ഇങ്ങനെ അടിക്കുന്നത്, നീ എന്നെ ഒഴിവാക്കി പോകല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ചെറുതായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ച്, ഇനി മേലെ ഇതുപോലെ കാണിച്ച് എറിഞ്ഞു പൊട്ടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് എന്തൊക്കെയോ അവൾ ദേഷ്യപ്പെടുവാണ്. ഞാനപ്പോൾ എന്ത് ചെയ്തു, അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ശരി, ദേഷ്യപ്പെട്ടോ, ഓക്കെ, എടി എൻ്റെ ഭാഗത്താ തെറ്റ്, നീ ഇങ്ങനെ, ശരി എൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ്, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവളെന്നെ ഒരുപാട് വഴക്ക് പറയുന്നത്, ചീത്ത വിളിക്കുന്നു, അത് ഇത്. ഞാൻ എന്ത് ചെയ്തു, എല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാനെല്ലാം കേൾക്കുവാണ്. ഞാനൊന്നും ചെയ്തില്ല, കാരണം എൻ്റെ ഭാഗത്താണ് തെറ്റ്. എൻ്റെ ഭാഗത്ത് തെറ്റുള്ളപ്പം ഞാൻ എന്ത് ചെയ്യും, ഒന്നും മിണ്ടത്തില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അവളെന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, തെറി വിളിക്കുകയാണ്, എല്ലാം ചെയ്യുവാണ്. എല്ലാം കഴിഞ്ഞ് അവളുടെ ദേഷ്യം മൊത്തം അവൾ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന പോലെ അവളുടെ ദേഷ്യം മൊത്തം അവൾ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, അതായത് കാണിച്ച് അവൾക്ക് ഇനി ദേഷ്യപ്പെടാനൊന്നുമില്ല. എക്സ്ട്രീം എന്നെ എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴും ഞാനിത് എടി എന്തുവാടി ഇങ്ങനെ, ഞാൻ കാല് പിടിക്കാടി, നീ എന്തോ ഇങ്ങനെ കാണിക്കുന്നത്, പോട്ടെ, സോറി, നീ ക്ഷമിക്ക്, ഞാൻ ഇനി സത്യമാണ്, അമ്മയാണ് സത്യം, നീയാണ് സത്യം, ഞാനാണ് സത്യം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനെന്ത് ചെയ്തു, എടി ക്ഷമിക്കുക, ചില്ലറ കാര്യമല്ല, നീ ക്ഷമിക്കുക, കഷ്ടമുണ്ട്, എനിക്ക് നിന്നെ തന്നെ മതി, ഞാൻ ചുമ്മാ, നീ നോക്ക് 1-2 ആഴ്ചയായി, എനിക്ക് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാമല്ലോ, അത് ചെയ്യാമല്ലോ, ഇത് ചെയ്യാമല്ലോ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഞാൻ അവളെ മീറ്റ് ചെയ്യണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് അവളെ മീറ്റ് ചെയ്യാമല്ലോ, എനിക്ക് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല നിന്നെ മീറ്റ് ചെയ്യാൻ വന്നത്. ഓക്കെ, എനിക്ക് അവളെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ ചാറ്റിൽ അവളോട് ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇച്ചിരി തിരക്കൊക്കെയാണ്, എന്നാലും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിന്നെയാണ് ഞാൻ വന്ന് കണ്ടത്. നിന്നെ വന്ന് കണ്ടിട്ടുള്ള മീറ്റിങ്ങിൻ്റെ ഡേറ്റൊക്കെ നോക്ക്. ആ ഡേറ്റിൽ ഞാൻ അവളോട് ജസ്റ്റ് സംസാരിച്ചിട്ടൊക്കെ ഉള്ളൂ, അല്ലാതെ അവളെ ഒന്ന് കാണണമെന്നോ വീഡിയോ കോൾ ചെയ്യണമെന്നോ പോലും പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനൊന്നും ചെയ്യല്ല, ഞാൻ ഒരിതാണ്, ഞാൻ അത് മാറ്റിക്കോളാം, നീ ക്ഷമിക്ക് അങ്ങനെ പറഞ്ഞ് അവളെന്ത് ചെയ്തു, വീണ്ടും എന്നെ കുറേ ചീത്ത അതും ഇതൊക്കെ വിളിച്ചിട്ട്, എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, അവൾ എന്നോട് പറയുകയാണ്, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ പാവമല്ലേ, ഞാൻ നിന്നെ ഒന്നും പറയാത്തതുകൊണ്ടാണോ, അതോ നിനക്കെന്താ എന്നെ ഇഷ്ടമല്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ പാവം പെണ്ണാണ്ടല്ലേ നീ എന്നെ ഇങ്ങനെയിട്ട് കളിപ്പിക്കുന്നത്, അത് ഇതെന്ന് പറഞ്ഞ് ഒരുപാട് സെൻറ്റായിട്ട് ഞാൻ പറഞ്ഞു, എടി എന്തുവാടി നീ, സോറി എന്ന് പറഞ്ഞ് ഒരുപാട് സാധാരണ പോലെ ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ്പ്രഷനും ഇട്ടില്ല. അതായത് എനിക്ക് നീ എന്നെ വിട്ടു പോവും എന്നുള്ള ഒരു ഫീലും ഞാൻ കാണിച്ചില്ല. മറിച്ച് ഞാൻ എന്ത് ചെയ്ത്, ഞാനാണ് ഹൈ വാല്യൂ, ഞാനൊരു പെണ്ണിനോട് മിണ്ടി, ഓക്കെ സോറി, ഹാപ്പൻഡ്, നടന്നു, സോറി, നീ ക്ഷമിക്ക്, ഇനി ആവർത്തിക്കത്തില്ല, അതായത് നീ നിൽക്ക്, എടി നീ എവിടെ പോവാ, നീ നിൽക്കുക അവിടെ, നീ ഇങ്ങനെ പോവാതെ, നീ ഇങ്ങനെ അകന്നു പോവാതെ, നീ എവിടെ അകന്നു പോകുന്നത്, ഇവിടെ നിൽക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഞാൻ എന്ത് ചെയ്തു, ആ ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, അപ്പോഴെന്ത് ചെയ്തു, ആ പ്രശ്നം അവിടെ തന്നെ തീർന്നു. അതായത്
കാരണം അവളാണ് എന്നെ ഹൈ വാല്യൂ ആയിട്ട് കാണുന്നത്. ഓക്കെ, അവളാണ് ഹൈ ആയിട്ട് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ഇനി ചെയ്യത്തില്ല, സത്യം, നിനക്ക് ഇൻസ്റ്റയുടെ പാസ്വേഡൊക്കെ നിനക്കറിയാലോ, നീ നോക്കിയില്ല, ഓക്കെ, ഇനി നീ ചെക്ക് ചെയ്തോ, ഇതുവരെ നീ ചെക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഇനി നീ ചെക്ക് ചെയ്തോ, ഞാനും വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, നീ ചെക്ക് ചെയ്തോ, ഇനി മുതൽ നീ ഇൻസ്റ്റയിൽ കയറി ചെക്ക് ചെയ്തോ, ഡെയിലി ചെക്ക് ചെയ്തോ, ഞാൻ ചെയ്യത്തില്ല, ഉറപ്പ്, നീയാണ് സത്യം, ഞാനാണ് സത്യം, ആലുമൂട്ടിൽ അമ്മയാണ് സത്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സത്യം ഇടുവാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ തന്നെ സോൾവ് ആയി. പിന്നെ എന്ത് ചെയ്ത്, കാരണം അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഞാൻ ഇവന് ഒരുപാട് സ്നേഹം കൊടുത്താൽ ഇവൻ വേറെ പെണ്ണിൻ്റെ അടുത്ത് പോകില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അവൾക്കുള്ളത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ നടന്ന ഉറപ്പായിട്ടും ആ പെണ്ണ് വിട്ടിട്ട് പോകത്തില്ല. അതായത് നിങ്ങളോടൊരു താല്പര്യം കുറഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിട്ടിട്ട് പോകും. ഓക്കെ, അതല്ല നിങ്ങളോട് ഹെവി അട്രാക്ഷനിൽ നിൽക്കുന്ന ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങളോടൊരു ബേസിക്കായിട്ട് നല്ലൊരു ഇൻട്രസ്റ്റിൽ നിൽക്കുന്ന ടൈമാണെങ്കിൽ അവൾ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും, അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ പെരുമാറിയാലേ വർക്കാകത്തുള്ളൂ. അല്ലാതെ അവൾ നിങ്ങളെ വിട്ടു പോവും എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പെരുമാറിയാൽ അതോടെ തീരുമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞു തരുന്നതായിരുന്നു ഇന്നത്തെ എൻ്റെ ഗോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും എടുത്ത് വെച്ച് കേൾക്കുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവാനുള്ള എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്ത് വെച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ ഫീമെയിലിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫീമെയിലിന് മുമ്പിൽ റെസ്പെക്റ്റോടെ പെരുമാറുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ സെക്സിൻ്റെ സൈക്കോളജി എന്താണ്, ഇതെന്ന് പറഞ്ഞ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ലെവലിലേക്ക് പോകേണ്ട ഇമ്പോർട്ടൻസ്, അതുപോലെ ഒരുപാട് എഫേർട്ട് എടുക്കുമ്പോൾ ഉള്ള കുഴപ്പങ്ങൾ, ഒരു പെണ്ണ് അകന്നു പോകുന്നതിൻ്റെ 2 പാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ അതൊക്കെ പോയി കണ്ടോ. ഓക്കെ, ബൈ.